വെൽക്കം ബാക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ പവേർഡ് ബൈ ഇംപെക്സ്. ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ജീവിതത്തിലെ ചിരിയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ചിരി എന്ന കോൺസെപ്റ്റായിട്ട് വരുന്നത് ജെനിയാണ്. ജെനിക്ക് ഇനി ചിരിക്കാനൊക്കെ പറ്റുടോ. നമ്മൾ ജെനിക്ക് വേണ്ടി ജീവിതത്തിലെ ചിരി. ഉണരൂ, അകലേക്ക് പോകൂ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹൈസ്കൂൾ ഘട്ടത്തിലാണ്. അവിടെ ആരെയാണ് നിങ്ങൾ പ്രേമിച്ചത്? ആരോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത്? ഇല്ല, ആരുമില്ല. എന്നാൽ നമുക്ക് കോളേജിലേക്ക് പോവാം. അവിടെ ആരെയായിരുന്നു നിനക്കിഷ്ടം? പലരും എന്റെ പിന്നാലെ നടന്നെങ്കിലും ആരെ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ ലൈഫ് ഒരു പീഡനമായി തോന്നിയോണ്ടാണ് പ്രീ ഡിഗ്രിയോടെ ഞാൻ പഠിത്തം അവസാനിപ്പിച്ചത്. എങ്കിൽ സ്കൂളും കോളേജും വിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകാം. ജനിച്ചു വളർന്ന നാട്ടിൽ മനസ്സിൽ നിന്നും പിഴുതറിയാനാവാത്ത ഒരു കാമുകൻ സ്ഥാനം പിടിച്ചു പോയത് കൊണ്ടല്ലേ പുതിയ കാമുകന്മാരെ സ്വീകരിക്കാൻ മനസ്സ് വിസമ്മതിച്ചത്? എന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു കോന്തമാരും ആ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു പുരുഷനും ഇതുവരെ നിങ്ങളെ സ്പർശിച്ചിട്ടില്ലെന്നാണോ പറയുന്നത്? അതെ, ആരും എന്നെ തൊട്ടിട്ടില്ല, ഞാനും ആരെയും തൊട്ടിട്ടില്ല. ഇനി എന്താണ് അറിയേണ്ടത്? ചോദിക്കൂ. ഇല്ല, ഒന്നുമില്ല. ഫുള്ളി സാറ്റിസ്ഫൈഡ്. മേരിക്കിന് ധൈര്യമായി എണീക്കാം. വൈകണ്ട, ഭർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവളല്ലേ സ്ത്രീ. ആ കാത്തിരിപ്പ് ആദ്യ രാത്രി തന്നെ തുടങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വിവാഹവും മരണമൊന്നും പേഷ്യൻസിന് ഒരു പ്രശ്നമല്ല. എന്നത്തേക്കാൾ തിരക്കായിരുന്നു. അയ്യോ, അപ്പൊ ഞാൻ കാലുകുത്തിയ ദിവസം മോശമായില്ലല്ലോ. ഉടയമ്പുരാനെ ആശ്വാസമായി. ലേറ്റ് മാരേജ് ആണെങ്കിൽ എന്താ, ഐശ്വര്യമുള്ളൊരു പെണ്ണിനെ തന്നെ കിട്ടിയല്ലോ. അതിന് കർത്താവിനോട് സ്തുതി പറയുക തന്നെ വേണം. ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യാം. ബെഡ് ലാമ്പ് കിടക്കട്ടെ അല്ലേ? ഞാൻ ആദ്യമായി കണ്ടു. ഇതാ ഇങ്ങോട്ട് നോക്കൂ. ഈ തിളക്കമുള്ള വസ്തുവിലേക്ക് നോക്കൂ. നോക്കാനല്ലേ പറഞ്ഞത്? ചുറ്റും നടക്കുന്ന ഒന്നിനെ പറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തുവിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റെന്ത് ശബ്ദം കേട്ടാലും നിങ്ങൾ അനങ്ങരുത്. കണ്ണുകൾ ഇങ്ങോട്ട് തന്നെ ആയിരിക്കണം. കയ്യും കാലും അയച്ചിടൂ. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നു. നിങ്ങൾക്ക് ഉറക്കം വരുന്നു. അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ ഉറങ്ങും. സുഖകരമായ നിദ്രയിലേക്ക് നിങ്ങൾ വഴുതി വീഴുകയാണ്. ഇതാ നിദ്ര എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ മുഴുവൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോ നിങ്ങൾ പണക്കാരികളായ 3 പെൺകുട്ടികളെയും സ്വന്തം വീട്ടിലെ ദരിദ്രവാസിയായ ഒരു ജോലിക്കാരിയും പ്രേമിച്ചിരുന്നല്ലേ? അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. പക്ഷെ അവരൊക്കെ എന്നെ ആത്മാർത്ഥമായിട്ട് വഞ്ചിച്ചു. സ്വന്തം തെറ്റുകൾ ബോധപൂർവം മറച്ചു വെച്ചിട്ടാണ് ഹിപ്നോട്ടൈസ് ചെയ്ത് കളങ്കപ്പെട്ടിട്ടില്ലാത്തൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും നിങ്ങൾ വാശി പിടിച്ചത്. വിവാഹം കഴിച്ച പുരുഷനോട് സത്യം മറച്ചു വെക്കുന്നത് ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിക്ക് ചേരാത്തതായതുകൊണ്ട് ഒരു കാര്യം ആദ്യരാത്രിയിൽ തന്നെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 5 പേരെ പ്രേമിച്ചിട്ടുണ്ട്. SSLCക്ക് 2, പ്രീ ഡിഗ്രിക്ക് 2, നാട്ടിലൊന്ന്. ഒരു ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, 3 ഹിന്ദുക്കളും. അതിൽ 2 പേരെ എന്നെ വഞ്ചിച്ചു, 3 പേരെ ഞാനും അങ്ങ് വഞ്ചിച്ചു. പിന്നെ ആരെയും പ്രേമിച്ചിട്ടില്ലെന്ന് ഹിപ്നോട്ടിസത്തിൽ പറഞ്ഞതോ? പച്ചക്കള്ളം. സൈക്കോളജിസ്റ്റ് ഒന്നും ആയില്ലെങ്കിലും കറസ്പോണ്ടൻസ് കോഴ്സിൽ ഹിപ്നോട്ടിസം പഠിച്ചവളാ ഞാൻ. എങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നിങ്ങൾ വെറും ദുർബല ഹൃദയനാണെന്ന് എനിക്ക് ആദ്യമേ ബോധ്യമായി. ലൈറ്റ് കെടുത്തട്ടെ. എന്തായി, ചിരിയുടെ പക്കത്താണോ? എല്ലാരും ചിരിച്ചു. അപ്പോൾ നമ്മൾ പോവല്ലേ ജഡ്ജസിലേക്ക്? സുധീര മാഡം, ഇതിലുള്ള പ്രമേയം എനിക്ക് തോന്നുന്നത് നർമ്മം കൊണ്ട് മർമ്മത്തിൽ സ്പർശിച്ച ഒരു സംഭവമാണിത്. കാരണം പുരുഷന്മാരുടെ മർമ്മത്തിനാണ് ഇത് സ്പർശിച്ചിട്ടുള്ളത്. താൻ എത്ര മോശക്കാരനാണെങ്കിലും ഭാര്യ വളരെ പതിവ്രതയായിരിക്കണം എന്ന് വിചാരിക്കുന്ന പുരുഷന്മാരാണ് എനിക്ക് തോന്നുന്നു മുഴുവനുള്ള ലോകത്ത്. ഇത് തിരഞ്ഞെടുത്തപ്പം എന്തായിരുന്നു ഈ ഒരു ചിരിവിശേഷം തിരഞ്ഞെടുക്കാനുള്ള കാരണം? അത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മാം പറഞ്ഞതുപോലെ ചില ആണുങ്ങളുടെ ഒരു ഹിപ്പോക്രസി പൊളിച്ച് അടക്കുന്ന ഒരു രംഗമാണിത്. രണ്ടാമത്തെന്ന് പറയുന്നത്, എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഒരു സ്ത്രീ രംഗത്തിലുള്ളൊരു ചിരി തന്നെ ആയിരിക്കണം അത് എന്നുള്ളത്.
വിനു സർ. അപ്പോൾ ഇന്നത്തെ സിനിമകളിലെ കോമഡികൾ ഇഷ്ടമില്ലാന്നും ഇതാണ് യഥാർത്ഥ കോമഡി എന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത് അല്ലേ? ഇന്നത്തെ സിനിമകളിലെ കോമഡി ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഇന്ന് കോമഡി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജോണറാണ്, അല്ലാണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഗതിയാണ്. അപ്പോൾ സിനിമയ്ക്ക് മിസ്ഫിറ്റായി നിൽക്കുന്ന ഒരുപാട് കോമഡി രംഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ചിരി വരാറില്ല സത്യം പറഞ്ഞാൽ. ആൾക്കാർ ഇരുന്ന് ചിരിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന കാണികൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരം രംഗങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ള ആ ഒരു സംഗതി. ഇതിലൊക്കെ ഒരു ജീവിതമുണ്ട്. ഈ ഒരു കോമഡി ഈ ഒരു സീക്വൻസിലാണെങ്കിലും ഇപ്പോൾ സുധീര മാഡം പറഞ്ഞ പോലെ തന്നെ ഒരു ലൈഫുണ്ട് ഇതിൽ. ലൈഫ് നമ്മൾ പുരുഷൻ സ്ത്രീ എന്നുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ കോമഡി എന്ന് പറഞ്ഞാൽ ആർത്ത് പൊട്ടിച്ചിരിക്കലല്ല, നമുക്ക് മനസ്സിനുള്ളിൽ ചിരി വന്നാൽ മതി. അതാണ് കോമഡി എന്ന് പറയുന്നത്. രാമണി സാർ, ഇത് തിരഞ്ഞെടുത്തതിലൊരു പ്രത്യേകമായിട്ടൊരു അർത്ഥമുണ്ട്. കാരണം വെറുതെ ചിരിപ്പിക്കുകയല്ല, ചിന്തിപ്പിക്കുന്നതും കൂടി ആയിരിക്കണം കോമഡി എന്നുകൊണ്ടാണല്ലോ ഇത്. കാരണം ഇതിലൊരു പുരുഷമേധാവിത്വത്തിൻ്റെ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. ഇന്ന് പലതും എന്ന് പറഞ്ഞാൽ വെറുതെ മിമിക്രിയൊക്കെ പലതും വെറുതെ ചിരിപ്പിക്കില്ല ആളെ അനുകരിച്ചിട്ട്. അതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് മാർക്ക് കൊടുക്കാം രാമണി സാർ. അപ്പോൾ ഏതായാലും ഇത് തിരഞ്ഞെടുത്തതിൻ്റെ പിറകിലുള്ള പിന്നെ വെറുതെ ഒരു കോമഡി തിരഞ്ഞെടുക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പിറകിലുള്ള എന്തുകൊണ്ട് എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. അതുകൊണ്ട് 9 മാർക്ക് തരുന്നു. വെരി ഗുഡ്. സുധീര മാഡം? ഞാനും 9 മാർക്ക്. 9 മാർക്ക്. വിനു സർ? 9 മാർക്ക്. അപ്പോൾ ജെനിക്ക് കിട്ടിയത് 27 മാർക്കാണ്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ച ഈ സെഗ്മെൻ്റ് ആണെന്ന് ഇതൊരു അവസാനിക്കുകയാണ്. വീണ്ടും നമ്മൾ പുതിയ ആശയങ്ങളുമായി നമ്മുടെ കണ്ടസ്റ്റൻസ് വരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്. ദിസ് ഇസ് ഞാൻ 3 ടീം സൈനിങ് ഓഫ്.